പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ ഒട്ടനവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അങ്ങ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ജാഥകൾ നടത്താറുണ്ട്. ഇപ്പോഴും 2 ജാഥകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തുന്ന ഒരു ജാഥയാണ്. മറ്റൊന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തുന്ന ഒരു ജാഥയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തുന്ന ജാഥയിൽ ഉടനീളം പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ആ ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ 3 ജാഥകൾ നടക്കുന്നുണ്ട്. അതിലൊരു ജാഥയിൽ നേതൃത്വം കൊടുക്കുന്നത് MV ഗോവിന്ദൻ മാസ്റ്ററാണെങ്കിൽ വേറൊരു ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ബിനോയ് വിശ്വവും വേറൊരു ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് മാണി ഗ്രൂപ്പിൻ്റെ നേതാവായിട്ടുള്ള ശ്രീമൻ ജോസ് കെ മാണിയുമാണ്. അങ്ങനെ 3 ജാഥയാണ് ഇടതുപക്ഷത്തിലുള്ളത്. ഇതിനു മുമ്പും കേരളത്തിൽ ഒരുപാട് ജാഥകൾ ഇതുപോലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടന്നിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ 2016 2021 ജാഥ നടന്നിരുന്നു. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ജാഥ നടന്നിട്ടുണ്ട്. ഇപ്പോൾ MV ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ ഒരു ജാഥ നടക്കും. അപ്പം ആ ജാഥ എന്ന് പറഞ്ഞാൽ MV ഗോവിന്ദൻ മാത്രമല്ല ആ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ബിനോയ് വിശ്വം നേതൃത്വം കൊടുക്കുന്നുണ്ട്, ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ 3 നേതാക്കൾ നേതൃത്വം കൊടുക്കുന്ന ജാഥകൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ പരിഹാസ്യമായിട്ടുള്ള ജാഥ ഏത് ജാഥയാണ് എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടിയും ഒരാൾക്കും കൊടുക്കേണ്ടി വരില്ല എന്നാണ്. ഗോവിന്ദൻ നടത്തുന്ന ജാഥയാണ് ഏറ്റവും കൂടുതൽ പരിഹാസ്യമായി ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ പരിഹാസത്തിനിടയായിട്ടുള്ള ജാഥ എന്നുള്ളതിന് വല്ല തർക്കമുണ്ടോ സുഹൃത്തുക്കളെ? അപ്പം ബിനോയ് വിശ്വത്തിന് നേതൃത്വത്തിൽ ജാഥ നടക്കുന്നുണ്ട്. അതിനകത്ത് മണ്ടത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ആളുകളുടെ പരിഹാസത്തിനിടയാകുന്നില്ല ബിനോയ് വിശ്വത്തിൻ്റെ ജാഥ. ബിനോയ് വിശ്വത്തിന് ചില മണ്ടത്തരങ്ങളൊക്കെ പറയേണ്ടി വരുന്നുണ്ട്. കാരണം ബിനോയ് വിശ്വം ഇടതുപക്ഷത്തിൻ്റെ ഒരു നേതാവാണ് എന്നുള്ളത് കൊണ്ട് ചില മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയേണ്ടി വരുന്നുണ്ട്. പക്ഷേ സ്വയം പരിഹാസ്യനാവുന്ന ഒരു നേതാവ് ഇടതുപക്ഷത്തുനിന്ന് ഇന്ന് ഉണ്ടെങ്കിൽ അത് ശ്രീമൻ MV ഗോവിന്ദൻ മാത്രമാണ് എന്നതിന് എന്താണ് സംശയം എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. നമുക്ക് ഓർമ്മയുണ്ടാവും, ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് MV ഗോവിന്ദൻ ആദ്യമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവുന്നത്. നമുക്ക് ഓർമ്മയുണ്ടാവും, കോടിയേരി ബാലകൃഷ്ണൻ ആകസ്മികമായി അന്തരിച്ചതിനെ തുടർന്ന് ആണ് MV ഗോവിന്ദൻ ആദ്യമായി പാർട്ടി സെക്രട്ടറി ആവുന്നത്. പിന്നെ അതിനുശേഷം സംസ്ഥാന സമ്മേളനത്തിലൂടെ ഒരു തവണ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പം മധുര പാർട്ടി കോൺഗ്രസിന് മുമ്പുള്ള കൊല്ലം സംസ്ഥാന സമ്മേളനത്തിനാണെന്ന് വീണ്ടും ഒന്നുകൂടി തിരഞ്ഞെടുത്ത് ഇപ്പോൾ ഇരിക്കുകയാണ്. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പറും കൂടിയാണ് അദ്ദേഹം. കാരണം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവുന്ന സമയത്ത് മൂക്കാതെ പഴുത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം 2016-17 മറ്റാണ് ആദ്യമായി കേന്ദ്ര കമ്മിറ്റിയിൽ തന്നെ എത്തുന്നത്. അതിനു മുമ്പ് കേന്ദ്ര കമ്മിറ്റിയിൽ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ 2006 മുതൽ കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന EP ജയരാജൻ ഉണ്ടായിരുന്നു. EP ജയരാജനെയൊക്കെ മറികടന്ന് ആണ് ഗോവിന്ദനെ അന്ന് സംസ്ഥാന സെക്രട്ടറിയൊക്കെ. അതിൽ EP ജയരാജനുള്ള ഒരു ചൊരുക്ക്, ഒരു കലിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ അന്ന് ഒരുപാട് സീനിയോറിറ്റിയൊക്കെ മറികടന്നുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറിയാക്കി ഗോവിന്ദനെ കൊണ്ടുവന്നതെങ്കിലും ഗോവിന്ദൻ ഒരു താത്വികമായി പാർട്ടിയെ ഒരു ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരാളാണെന്നും വലിയ പണ്ഡിതനാണെന്നും വലിയ പാണ്ഡിത്യമുള്ള ആളാണെന്നും ഒക്കെ ഉള്ള ഒരു ധാരണ അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആകുന്ന സമയത്ത് ഉണ്ടായിരുന്നെങ്കിലും അത് പെട്ടെന്ന് തന്നെ തെറ്റിദ്ധാരണയാണെന്നും ഇയാൾ ശരിക്കും പണ്ഡിതനും ഒരു താത്വികാചാര്യനൊന്നുമല്ല, വെറും ഒരു ഡ്രിൽ മാഷ് മാത്രമാണ്. ഡ്രിൽ മാഷ് മാത്രമാണെന്ന് പറയുമ്പോൾ ഡ്രില്ലിനെ മോശമാക്കി കണ്ടുകൊണ്ടല്ല, കുട്ടികളെ ഡ്രില്ല് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മാഷാണ് ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി വന്നിരിക്കുന്നത് എന്നുള്ളത് പിന്നീട് നമുക്ക് പെട്ടെന്ന് തന്നെ തെളിഞ്ഞു. കാരണം മണ്ടത്തരങ്ങൾ പറയാൻ തുടങ്ങി. ഒരുപാട് മണ്ടത്തരങ്ങളുണ്ട്. മണ്ടത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ടൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം അതിനെക്കുറിച്ചിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുള്ളൂ. പിന്നെ ഒരു മണ്ടത്തരങ്ങൾ മാത്രം പറയുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇയാൾ മാറി. ഇയാൾ എപ്പോൾ വാദം വന്നാലും മണ്ടത്തരം മാത്രം വായിൽ നിന്ന് വരൂ എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങളെത്തി. സുഹൃത്തുക്കളെ, ഇപ്പം നമുക്കുണ്ടായിരിക്കുന്ന ഒരവസ്ഥ എന്താ? എല്ലാ ദിവസവും ഇയാളുടെ മണ്ടത്തരങ്ങൾ കേൾക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ദുര്യോഗം. കാരണം ഇതിനു മുമ്പ് വല്ലപ്പോഴും എന്നൊക്കെ പറഞ്ഞാൽ വല്ലപ്പോഴും എന്തെങ്കിലും ഒരു പ്രസംഗം നടത്തുകയോ വല്ലപ്പോഴും എന്തെങ്കിലും ഒരു പത്രസമ്മേളനം നടത്തുകയോ ചെയ്യുമ്പോൾ മാത്രം ഇയാളുടെ മണ്ടത്തരവും പൊട്ടത്തരവും അസംബന്ധങ്ങളും ഒക്കെ നമ്മൾ കേട്ടാൽ മതിയായിരുന്നു. ഇപ്പോൾ പക്ഷേ നിവൃത്തിയുള്ള എന്താ, അയാളൊരു ജാഥ നയിക്കുന്നതായതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ഇയാളുടെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരികയാണ്.
ഇയാൾ കണ്ണൂർ ജാഥ നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ കുഞ്ഞികൃഷ്ണൻ നടത്തുന്ന വിമത പ്രവർത്തനത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു, കുഞ്ഞികൃഷ്ണൻ്റെ കണക്ക് ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് അതായത് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച പണം ഉപയോഗിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഇതാണ് ഇയാൾ അവിടെ വെച്ച് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി. ജനങ്ങളിൽ നിന്ന് പിരിച്ച പണത്തിൻ്റെ കണക്ക് ജനങ്ങളോട് പറയാൻ മനസ്സില്ല എന്ന് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ്. അതിനുശേഷം ഓരോ ദിവസവും മണ്ടത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പൊട്ടത്തരങ്ങൾ, അസംബന്ധങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അയാളുടെ യോഗത്തിൽ പിണറായി വിജയൻ പ്രസംഗിച്ചതിനെ തുടർന്ന് കാലിയായിട്ട് കിടക്കുന്ന നൂറുകണക്കിന് കസേരകളുടെ പടമൊക്കെ വന്നപ്പോഴത്തേക്കും അയാൾ വന്നിട്ട് പറയുകയാണ്, ഞങ്ങളുടെ ജാഥകൾക്ക് 10,000-കണക്കിന് ആളുകൾ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ പൊട്ടിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കൊണ്ടു അയാളെ അങ്ങ് പുച്ഛിച്ച് അയാളെ അങ്ങ് പരിഹസിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇന്നലെ യൂട്യൂബിൽ കണ്ടിരുന്നു. അയാൾ വേറെ എവിടെയോ ചെന്നപ്പോഴത്തേക്ക് അയാൾ പറയുകയാണ്, ഞങ്ങൾ മൂന്നാമത് അധികാരത്തിൽ വന്നാൽ നിഘണ്ടുവിൽ നിന്ന് പാവങ്ങൾ എന്നുള്ള വാക്ക് പിന്നീട് ഉണ്ടാവില്ല. ആലോചിച്ച് നോക്കുന്നു, പാവങ്ങൾ എന്നുള്ള വാക്ക് പിന്നെ കേരളത്തിലെ നിഘണ്ടുവിൽ നിന്നും ഉണ്ടാവില്ല, കാരണം പാവങ്ങൾ ഇവിടെ ഉണ്ടാവില്ല അയാൾ പറയുക. അപ്പോൾ അത് കേട്ടിട്ടാണ് ആളുകൾ ചോദിച്ചാൽ, അടുത്ത തവണ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾ നിഘണ്ടുവിൽ നിന്ന് പാവങ്ങൾ എന്നുള്ള വാക്കെടുത്ത് കളയുമോ? ഒരാൾ പറയാണ് ദരിദ്രൻ കൂടുതൽ ദരിദ്രനാകുന്നു, ധനികൻ കൂടുതൽ ധനികനാകുന്നു ഒക്കെ പറഞ്ഞിട്ട് അയാൾ എന്തോ ഒരു വലിയ ബുദ്ധിജീവിയാണെന്നുള്ളൊരു തോന്നൽ അയാളെ അങ്ങനെ മനസ്സിനെ ഇങ്ങനെ മതിക്കുകയാണ്. അയാൾ വിചാരിക്കുന്നത് ഈ പാവങ്ങൾ എന്നുള്ള വാക്ക് ഇല്ലാതാകും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് കേട്ട് ജനങ്ങൾ ഇങ്ങനെ ഇരുന്ന് കൈയടിക്കുമെന്നാണ് ഈ പൊട്ടത്തരം വിളിച്ച് പറയുന്നത് ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ പാവങ്ങൾ ഉണ്ടാവില്ല എന്നാണ്. കേരളത്തിലിപ്പോൾ അതിദരിദ്രരുണ്ടാവില്ല എന്നും പറഞ്ഞല്ലോ പിണറായി വിജയൻ. അതുപോലെ അടുത്ത ഗവൺമെൻറ് അധികാരത്തിൽ വന്ന പാവങ്ങൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഇയാൾ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ജാഥ കഴിയുന്നിടം വരെ ഇയാളുടെ പൊട്ടത്തരങ്ങളുടെ, ഇയാളുടെ അസംബന്ധങ്ങൾ, ഇയാളുടെ ഒരു സൈസ് പിച്ചത്തരങ്ങളുടെ, ഇയാളുടെ ഒരു സൈസ് പരിഹാസ്യം, ധാർഷ്ട്യം, താൻ പ്രമാണിത്വം, ഇതൊക്കെ കാണാനും കേൾക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഇത് അവസാനിപ്പിക്കുന്നത് ഇയാളുടെ ജാഥ തീരുമ്പോഴായിരിക്കും എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഇയാൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം ഇയാളുടെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഇനി നാളെ കഴിഞ്ഞ കൊല്ലം ഇയാൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് മാറിയാൽ നമുക്കൊരു ദീർഘനിശ്വാസം അന്ന് വിടാൻ കഴിയും എന്ന് മാത്രമേ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് ഈ ഗോവിന്ദനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളൂ.